സ്റ്റാറ്റിയിലെ കോറിലേഷനകത്തു നിന്നുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മീനിങ് ഒന്ന് പറയണം, എന്നാലും നമുക്ക് തിയറി അല്ലേ. ഇഫ് റാങ്ക് ഓഫ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ബൈ ടു ജഡ്ജസ് ranks of two characteristics by two judges are in reverse order. Okay ആണല്ലോ. Then find the values determines rank correlation coefficient. അതായത് രണ്ട് ജഡ്ജസ് റാങ്ക് ഇട്ട് കൊടുത്തു. എങ്ങനെ ഇട്ട് കൊടുത്തത്? റിവേഴ്സ് ഓർഡറിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ഈ കുട്ടിക്ക് രണ്ട് ജഡ്ജസ് ഉണ്ടല്ലോ, ജഡ്ജ് 1 ഉണ്ട്, ജഡ്ജ് 2 ഉണ്ട്. ഓക്കെ, ജഡ്ജ് 1 എന്ത് ചെയ്തു എന്നറിയോ? ഫസ്റ്റ് റാങ്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ജഡ്ജ് 2 പറഞ്ഞു ആകെ 5 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 5th റാങ്ക് ഇട്ട് കൊടുത്തു. അതായത് ഒരു ജഡ്ജ് ഫസ്റ്റ് റാങ്ക് ടോപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മറ്റേ ആള് പറഞ്ഞു അത്ര നല്ലതല്ല, ലാസ്റ്റ് റാങ്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, സോ ഇവിടെ വേറൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്നിട്ട് വേറൊരു കുട്ടിയുണ്ട്. ഓക്കെ ആണല്ലോ. ഈ കുട്ടിക്ക് ഈ ഒരു ജഡ്ജ് സെക്കൻഡ് റാങ്ക് ഇട്ട് കൊടുത്തപ്പോൾ മറ്റേ ആള് 4th റാങ്ക് ആണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, സോ ആ ഒരു ഫ്ലോയിൽ പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടെ 5 കിട്ടി. സോ ഇവിടെ 3 കിട്ടി, ഇവിടെ 2 കിട്ടി, ഇവിടെ 1 കിട്ടി. അത് ജസ്റ്റ് റിവേഴ്സ് ഓർഡർ. ഒരു ജഡ്ജ് പറഞ്ഞു 1 2 3 4 5. അപ്പൊ മറ്റേ ജഡ്ജ് പറയാണ് 5 4 3 2 1. റിവേഴ്സ് ഓർഡറിലാണ് കിടക്കുന്നത് രണ്ട് ഒബ്സർവേഷൻസും അല്ലെ. സോ ഇതിനെ നമ്മൾ പെർഫെക്റ്റ് ഡിസഗ്രിമെന്റ് എന്ന് പറയും. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? പെർഫെക്റ്റ് ഡിസഗ്രിമെന്റ്. ഓക്കെ ആണോ? പെർഫെക്റ്റ് ഡിസഗ്രിമെന്റ് എന്ന് പറയും. അതായത് പെർഫെക്റ്റ്ലി ഡിസഗ്രിമെന്റ് ആണ്, അത് പക്കായിട്ട് റിവേഴ്സ് ഓർഡറിലായതുകൊണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് പ്യൂർലി അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഡിസഗ്രിമെന്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ഡിസഗ്രിമെന്റ് ആണ്, പ്യൂർ ആയിട്ടുള്ള റിവേഴ്സ് ഓർഡറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ആലോചിക്കുക, എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ വൈയുടെ വാല്യൂ ജസ്റ്റ് അതേ ഓർഡറിൽ കുറയുവാണ്. അപ്പോഴേ ഒരു കാര്യം മനസ്സിലായി, നെഗറ്റീവാണ്. എക്സിന്റെ വാല്യൂ കൂടുന്നു, വൈയുടെ വാല്യൂ കുറയുന്നു അല്ലേ. സോ നെഗറ്റീവ് കോറിലേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒറ്റ നെഗറ്റീവ് ആൻസർ ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ഇത് പെർഫെക്റ്റ്ലി ഡിസഗ്രിമെന്റ് ആയതുകൊണ്ട് പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ആൻസർ വരുന്നത് -1 ആയിരിക്കും അല്ലേ. അതിന്റെ ആൻസർ വരുന്നത് -1 ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി ഇവർക്ക് രണ്ടുപേർക്കും റാങ്കുകൾ ഇട്ട് കൊടുത്തിട്ട് എ എന്ന് പറയുന്ന ജഡ്ജും ബി എന്ന് പറയുന്ന ജഡ്ജിനും റാങ്കുകൾ ഇട്ട് കൊടുത്തിട്ട് ഡി കണ്ടുപിടിച്ച്, ഡിഫറൻസ് കണ്ടുപിടിച്ച്, d² കണ്ടുപിടിച്ച്, d² സം സിഗ്മ കണ്ടുപിടിച്ചിട്ട് 1 - 6 × സിഗ്മ d² ഇട്ടൊക്കെ ചെയ്യാം. പക്ഷെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? രണ്ട് ജഡ്ജസ് പെർഫെക്റ്റ്ലി ഡിസഗ്രിമെന്റ് റിവേഴ്സ് ഓർഡറിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, അതിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് -1. ഓക്കെ.